ഏട്ടൻ മഹാരാജാസിലല്ലേ പഠിച്ചേ? അതെ. അത് ഇയാൾക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം ചേട്ടാ, ഞാനും എവിടെയാ പഠിച്ചത്. ഓ, ഏതായിരുന്നു കോഴ്സ്? ഞാൻ ചേട്ടന്റെ അതേ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ഓഹോ, അപ്പൊ ഇയാൾ മാത്സ് ആയിരുന്നോ? എന്നിട്ട് ഞാനിതുവരെ കണ്ടില്ലല്ലോ. ഞാൻ ജൂനിയർ ആയിരുന്നു. ചേട്ടൻ 3rd ഇയർ പഠിക്കുമ്പോ ഞങ്ങള് ഫസ്റ്റ് ഇയർ. അല്ലെങ്കിലും വഴക്കും മറ്റേ ചേച്ചിയുമായുള്ള പ്രേമൊക്കെ ആയതുകൊണ്ട് ചേട്ടന് വേറെ ആരെങ്കിലും ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിരുന്നോ? അപ്പോ അതെല്ലാവർക്കും അറിയായിരുന്നോ? ഏത്? അല്ല, ശ്രീയുടെ കാര്യം. പിന്നെ എല്ലാവർക്കും അറിയായിരുന്നു. നന്നായി. അവന്റെ മുഖത്ത് എന്തോ ഒരു ഭാവമായിരുന്നു. അല്ല ചേട്ടാ, ആ ചേച്ചി ഇപ്പൊ എവിടെയാ? അവൾക്ക് ജിജ്ഞാസ അടക്കാനായില്ല. ഇന്ന് അവളുടെ കല്യാണം. അവൻ നെടുവീർപ്പെട്ടു. അവൾ കണ്ണുവീഴ്ച നിന്നു. അല്ല, അപ്പൊ ചേട്ടൻ? ഓ, നമ്മള് വേണ്ടാത്തവരെ നമുക്ക് വേണ്ട. അവന്റെ മുഖത്ത് ഒരു കൃത്രിമമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യണു? എനിക്ക് വില്ലേജ് ഓഫീസിൽ ജോലി കിട്ടി. PSC എഴുതിയിരുന്നു. അപ്പൊ എന്തെങ്കിലും ആവശ്യം വന്നാ ചേട്ടനെ കണ്ടാ മതിയില്ലേ? ഓ, അങ്ങനെ ആവട്ടെ. ഞാൻ പൊക്കോട്ടെ. ഇന്നേ ജോലിക്ക് കയറണം. ഇപ്പൊ തന്നെ ലേറ്റായി. അവൻ ചെറിയൊരു പരിഭവത്തോടെ പറഞ്ഞു. ഓ, സോറി ഏട്ടാ. അല്ല ഏട്ടാ, ഏട്ടന്റെ നമ്പർ ഒന്ന് തരുവോ? അവനത് കേട്ട് ഒന്ന് പകച്ചു. ഓ, അതിനെന്താ, 9526115878. ആഹാ, ഫാൻസി നമ്പർ ആണല്ലോ. പഠിക്കാൻ എളുപ്പാണ്. അത് ആദ്യമായിട്ട് ഫോൺ വാങ്ങിയപ്പോ അച്ഛനെടുത്തുന്ന സിമ്മാണ്. നമ്പർ പഠിക്കാൻ എളുപ്പത്തിന്. ഇതുവരെ മാറിയില്ല. വേറൊരെണ്ണം എടുത്തിട്ടില്ല. അവൻ മെല്ലെ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അവൻ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾ അവനെ പിടിച്ചിർത്തി. എങ്കിൽ പിന്നെ കാണാം ചേട്ടാ, ബസ് വരാറായി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാലോ. അവൾ അത്രയും പറഞ്ഞ് മെല്ലെ നടന്നു നീങ്ങി. അവൾ ബസ് കയറി പോകുന്ന നോക്കി അവനവിടെ ബൈക്കിലിരുന്നു. ബസ് എടുക്കുന്നതിന് മുമ്പ് അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പണ്ടും ഇങ്ങനെയൊരു ചിരിയിലാണ് താൻ പെട്ടുപോയത്. അവൻ കൂടുതലൊന്നും ഓർക്കാൻ നിൽക്കാതെ വണ്ടിയെടുത്തു. ദിവസങ്ങൾ കടന്നുപോയി. രാവിലെ പോവാനുള്ള തിരക്കിലായിരുന്നു അവൻ. പതിവ് പോലെ ഇന്നും താമസിച്ചു. ഹോ, ഇന്നും താമസിച്ചു. ഗതികേട്. അവൻ എന്തൊക്കെയോ പിറുപിറുത്തു. ധൃതിയിൽ ഓടിവന്ന് ബുള്ളറ്റ് എടുക്കാൻ നോക്കി. അച്ഛന്റെ കാലത്തുള്ള വണ്ടിയാണ്. കിക്കറാണ് ആകെയുള്ള ശരണം. അതും നോക്കിയടിച്ചില്ലേ കാലൊടിയും. 1 അടിച്ചു, സ്റ്റാർട്ടായില്ല. 2 അടിച്ചു, സ്റ്റാർട്ടായില്ല. കുലുക്കി നോക്കി, എണ്ണ ഉണ്ടല്ലോ. അങ്ങനെ അവൻ 20 വരെ എണ്ണി. ഒന്നും നടക്കുന്നില്ല. ഭഗവാനെ ചതിച്ചോ, ഇത്രയും നാൾ കൂടെ ഉണ്ടായിട്ടും ഇന്ന് നീ എന്നെ തേച്ചല്ലോടി. അവൻ ആഞ്ഞൊരു ചവിട്ടും കൂടി കൊടുത്തിട്ട് വണ്ടി സ്റ്റാൻഡിലിട്ടു. പിന്നെ ഒളിമ്പിക്സ് തോറ്റുപോകുന്ന ഓട്ടമായിരുന്നു. അതും കൃഷ്ണേട്ടന്റെ കണ്ടം വഴി. അവൻ മനസ്സിൽ സ്വന്തം അവസ്ഥ ഓർത്ത് സ്വയം പുച്ഛിച്ചു. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോഴേക്കും വിയർത്തു കുളിച്ചിരുന്നു. ഭാഗ്യം, ഒത്തിരി പിള്ളേരൊന്നുമില്ല. ബസ് ഇപ്പോ വരുമായിരിക്കും. +2 നിർത്തിയ പരിപാടിയാണ് ബസ്സിൽ പോക്ക്. ബസ് ഉണ്ടോ എന്ന് പോലും അറിഞ്ഞൂടാ. നോക്കി നിൽക്കെ ദേ വരുന്നു ആടിയാടി കൊമ്പുകുലുക്കി ഒരു കുട്ടിയാന. ചാടി കൈനീട്ടി. ദയ തോന്നിയിട്ടാവണം വണ്ടി നിന്നു. ഓടിച്ചാടി ബസ്സിൽ കയറി. ഒരു വില്ലേജ് ഓഫീസ്. അവൻ എളിമയോടെ കണ്ടക്ടറോട് പറഞ്ഞു. 8 രൂപ. ചില്ലറില്ലല്ലോ, ഇറങ്ങുമ്പോ മേടിച്ചോട്ടാ. കണ്ടക്ടർ അതിലും എളിമയോടെ ചിരിച്ചു. നല്ല ദിവസം. വണ്ടി കേടായി. രാവിലെ കണ്ടം വഴി ഓടി. ഇപ്പൊ ദേ കാശും പോയി. ആഹാ. അവൻ വിധിയെ ശപിച്ചുകൊണ്ടിരുന്നു. അവൻ വഴിയാത്രകൾ കണ്ട് കുലുങ്ങി കുലുങ്ങി ബസ്സിലിരുന്നു. അവന്റെ ഫോൺ റിങ് ചെയ്ത് പെട്ടെന്നായിരുന്നു. റിംഗ് ടോൺ കേട്ട് അപ്പുറത്തിരുന്ന ചെക്കൻ അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു. ജിത്തു ആകെ ചമ്മിയ അവസ്ഥയിലായി. അവൻ ചാടി ഫോൺ എടുത്ത് സൈലന്റ് ആക്കി. നമ്പരാണല്ലോ, ഇതിപ്പോ ആരാ? അന്നാ പെണ്ണ് നമ്പർ വാങ്ങിച്ചിരുന്നല്ലോ. ഇനി അവളെങ്ങാനും. അല്ല, അവളെന്തിനാ തന്നെ വിളിക്കുന്നത്? അവൻ ആകെ അത്ഭുതം. അവൻ അറ്റൻഡ് ചെയ്തു. ഹലോ. അപ്പുറത്ത് നിന്നും ഒരു സ്ത്രീ ശബ്ദം. ഹലോ, ഇതാരാണ്? ഹലോ, ഇത് അഭിജിത്ത് ചേട്ടന്റെ നമ്പർ അല്ലേ? അതെ, ഇതാരാണ്? ചേട്ടാ, ഞാൻ ആമിയ. അന്ന് അമ്പലത്തിൽ വെച്ച് കണ്ട കുട്ടി. ഇന്നൊന്ന് കാണാൻ പറ്റുമോ? അവനൊന്ന് ഞെട്ടി. ഇനി ഇതെന്താണാവോ? ഓ, അതിനെന്താ, എവിടെ വെച്ചാ? ചേട്ടനിപ്പോ വില്ലേജ് ഓഫീസിലല്ലേ ജോലി ചെയ്യണേ? ഞാൻ അങ്ങോട്ട് വന്നോളാവേ. ശരി. കോൾ കട്ടായി. അവൾ എന്തിനെ കാണണമെന്ന് പറഞ്ഞ് അവൻ ചിന്തയിൽ മുഴുകി. വില്ലേജ് ഓഫീസ്, വില്ലേജ് ഓഫീസ്, വില്ലേജ് ഓഫീസ്. അവൻ എഴുന്നേറ്റ് ഡോറിനടുത്തേക്ക് നടന്നു. കണ്ടക്ടർ നീട്ടിയ ചില്ലറ പോലും വാങ്ങാതെ അവൻ എന്തൊക്കെ ആലോചിച്ച് വണ്ടിയിൽ നിന്നിറങ്ങി. ഓഫീസിൽ ചെന്നിരുന്നു. തിരക്ക് കാരണം പിന്നീടെപ്പോഴോ അവളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിന്നും പടിയിറങ്ങിപ്പോയി. സമയം പോയത് അവനും അറിഞ്ഞില്ല. ഉച്ചയൂണ് കഴിഞ്ഞിരിക്കുമ്പോഴാണ് വാതിൽക്കൽ ഒരു പാദസരക്കിൽക്കം കേൾക്കുന്നത്. അഭിജിത്ത് സാർ അകത്തുണ്ടോ? പുറത്തുനിന്നും ആരോ ചോദിക്കുന്ന ശബ്ദമാണ്. ഉണ്ടല്ലോ, കുട്ടി കയറി കണ്ടോളൂ, പ്യൂൺ രാഘവേട്ടൻ പറഞ്ഞു. മേ കം ഇൻ സർ? യെസ് പ്ലീസ്. വാതിൽ തുറന്ന് ആമി കയറി വന്നു. ഹാ, ഇയാളായിരുന്നോ? വാ, താൻ സാറിനൊക്കെ വിളിച്ച്?
അത് പിന്നെ ഓഫീസാവുമ്പോ എന്താ കാണുന്നു പറഞ്ഞ്? എനിക്ക് നേറ്റീവ് സർട്ടിഫിക്കറ്റ് വേണം ചേട്ടാ. ഞാൻ ആദ്യമായാണ് ഇങ്ങനെ ഒരു ഓഫീസിലേക്ക്. അപ്പൊ ഒരു ഹെൽപ്പ് ചേട്ടൻ സഹായിക്കുമെന്ന് ഓർത്തു. അത്രേ ഉള്ളൂ. അതിപ്പോ ചെയ്തു തരാലോ. ഈ ഫോം ഒന്ന് പൂരിപ്പിച്ചാ മതി. അവൻ ആ പൊടി പിടിച്ച ഫയലുകൾക്കിടയിൽ നിന്നും ഒരു പേപ്പർ കൊടുത്തു. അവൾ അത് പൂരിപ്പിക്കുന്നത് നോക്കി അവനിരുന്നു. നല്ല നാടൻ സുന്ദരിയാണ്. നെറ്റിൽ കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്. ഏതോ നല്ല വീട്ടിലെയാ. ആ ഒരുത്തി തേച്ചിട്ട് അവളുടെ ഹണിമൂണ് പോലും കഴിഞ്ഞു കാണില്ല. അപ്പോഴേക്ക് അടുത്ത് വേണ്ട. അവൻ മനസ്സിന് കടിഞ്ഞാണിട്ടു. ഇതായിട്ടാ. അവൾ ആ പേപ്പർ അവന് നേരെ നീട്ടി. അവളുടെ കയ്യിൽ കിടന്ന കുപ്പിവളകൾ ഒരു സുന്ദര ശബ്ദമുണ്ടാക്കി. അവന്റെ മനസ്സിൽ അവളെ കൂടുതൽ അറിയണമെന്ന് തോന്നലുണ്ടാവാൻ അത് ധാരാളമായിരുന്നു. താൻ ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാട്ടോ. അവൻ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾ ആ മേശയിലേക്ക് നോക്കി. എല്ലാം അലങ്കോലമാണ്. അവൾ മെല്ലെ അവിടുന്ന് എഴുന്നേറ്റു. കുറച്ചടുക്കി വെച്ചു. പെട്ടെന്നാണ് അവൻ കയറി വന്ന്. തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? അല്ല ഏട്ടാ, അലങ്കോലായി കിടക്കുന്ന കണ്ടപ്പോ. അത്രയും പറഞ്ഞു തീർന്നില്ല. അവൾ ആഞ്ഞു തുമ്മി. അവൻ അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചു. ഇതാണ് പറഞ്ഞ്, ഇപ്പൊ മനസ്സിലായോ? അവൾ മുഖം തുടച്ചുകൊണ്ട് തലയാട്ടി. ഇത് ഗവൺമെന്റ് ഓഫീസാണിടൂ. അല്പം പൊടിയൊക്കെ വേണം. ചരിത്രം ഉറങ്ങുന്ന ഏടാ. അവൾ മെല്ലെ ചിരിച്ചു. അവൻ ആ പേപ്പർ അവളുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ താങ്ക്സ് ഏട്ടാ. ഇതിന് ഫീസ് വല്ലതും? ഓ വേണ്ടടൂ, തനിക്ക് ഫ്രീയാ. ആദ്യമായിട്ടാണല്ലോ അല്ലേ? അവൻ ചിരിച്ചു. അവൾക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇറങ്ങിക്കോട്ടെ? ഒരു 5 മിനിറ്റ് നിൽക്കുവാണെങ്കിൽ ഒന്നിച്ചു പോവാം. എങ്കിൽ ശരിയേട്ടാ. അവന് ലോട്ടറി അടിച്ച പോലെയായി. ഇന്നെങ്കിലും മിണ്ടാൻ ഒരാളെ കിട്ടിയല്ലോ. എന്നും രാഘവേട്ടനാണ് തന്റെ കത്തി കേൾക്കുന്നത്. അപ്പൊ രാഘവേട്ടാ, ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. അവൻ ഇറങ്ങുന്നതിനിടക്ക് പറഞ്ഞു. ആഹാ, ഇപ്പോ ഞങ്ങളായോ? ഇതാരാ ജിത്തുകൂട്ടാ? ഞമ്മളെ പരിചയപ്പെടുത്തിയില്ലട്ടോ. രാഘവേട്ടൻ മെല്ലെ ചിരിച്ചു. ഓഹോ, ഇപ്പൊ അങ്ങനെയായോ? പരിചയപ്പെടുത്താൻ മാത്രം ഒന്നുമില്ല രാഘവേട്ട. എന്റെ ജൂനിയറായി പഠിച്ച കുട്ടിയാ. അപ്പോ ഒന്നിച്ചു പോവാന്ന് കരുതി. ആ അങ്ങനെ ആയാ മതി. ഇന്നെന്തായാലും മോന്റെ കത്തിന്ന് രാഘവേട്ടൻ രക്ഷപ്പെട്ടല്ലോ. രാഘവേട്ടൻ കളിയാക്കി. നാളെ മുതലേ വീണ്ടും കേൾക്കാലോ. ആ വേഗം ഒരാളെ കത്തി കേൾക്കാൻ കൂടെ കൂട്ടിക്കോ. രാഘവേട്ടൻ 3 മാസം കഴിയുമ്പോ പടിയിറങ്ങും. രാഘവേട്ടന്റെ മുഖമൊന്ന് മാറി. ഒന്ന് പോകാർന്നോരെ, ഞാൻ നിങ്ങളെ വീട്ടിൽ വന്ന് പൊക്കിക്കോളാട്ടാ. ശരണാലയത്തിൽ അവന്റെ പ്രിയപ്പെട്ട അമ്മ 3 ആഴ്ച മുന്നേ മരിച്ചതിൽ പിന്നെ തകർന്ന അവനെ പഴയപടിയാക്കിയത് രാഘവേട്ടനാണ്. അവന്റെ കാർന്നവരുടെ സ്ഥാനമാണ് അവൻ മനസ്സിൽ കൽപ്പിക്കുന്ന ആൾ. അവന്റെ ഒരേയൊരു ബന്ധം. ഇതൊന്നും മനസ്സിലാവാതെ എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. മാഷേ വാ, പോണ്ടേ? തന്റെ കല്യാണം വല്ല ആയോടോ? ആലോചന നടക്കുന്നു. എന്തേ നോക്കുന്നോ? ആഹാ, താൻ ആള് കൊള്ളാലോ. എന്തായാലും ഉടനെല്ലടോ. കിട്ടിയ ഷോക്ക് മാറിയിട്ടില്ല. അപ്പൊ പേടിയുണ്ട് അല്ലേ? അവർ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. ആമി, ബസ് വരുന്നുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോ വിളിക്കണം കേട്ടോ. അതെന്തിനാ? ഒരു സേഫ്റ്റിക്ക്. ഇവിടം വരെ കൊണ്ടുവന്നല്ലേ, ഉത്തരവാദിത്തേ. ആഹാ, അങ്ങനെയൊന്നുണ്ടോ? നമുക്ക് ആലോചിക്കാം. എടി കുറുമ്പി, മര്യാദക്ക് വിളിച്ചോണം. ശരി സാർ. അത്രയും പറഞ്ഞ് കുസൃതി നിറഞ്ഞ ഒരു ചിരിയും ചിരിച്ച് അവൾ ബസ്സിലേക്ക് കയറി. ജിത്തുവിന്റെ സ്റ്റോപ്പ് കഴിഞ്ഞ് 3-4 സ്റ്റോപ്പ് കഴിഞ്ഞാണ് അവളുടെ ബസ് സ്റ്റോപ്പ്. മഴക്ക് മൂടിയിട്ടുണ്ട്. കയ്യിലാണെങ്കിൽ ഒരു കുടയുമില്ല. അവൻ വേഗം വീട്ടിലേക്ക് ഓടി. രാവിലെ ഓടിയ അതേ കണ്ടത്തിലൂടെ. വീടിന് മുന്നിലിരിക്കുന്ന ബുള്ളറ്റ് കണ്ടിട്ട് അവന് ദയനീയത തോന്നി. നാളെ പണിയാൻ കൊടുക്കണം. ഒന്നുകൂടെ നോക്കട്ടെ. അവൻ ബൈക്കിൽ കയറി ആംബിയർ കറക്റ്റ് ചെയ്തു. 1 അടിച്ചുള്ളൂ. ബുള്ളറ്റ് ഒന്ന് ഒച്ച വെച്ചു. അവൻ കണ്ണു തള്ളി ബൈക്കിലിരുന്നു. അച്ഛാ, പണി തന്നായിരുന്നല്ലേ? അവൻ സ്വന്തം പിതാവിനെ സ്മരിച്ചു. അച്ഛൻ ചെയ്തതില് എന്തെങ്കിലും കാരണം കാണുമല്ലോ. ഇന്ന് വണ്ടി കൊണ്ടുപോകാത്തോണ്ടാണ് അവള് വിളിച്ചപ്പോ എടുത്ത്. അല്ലെങ്കിൽ അറിയ പോലും ഇല്ല. നമ്പരായതുകൊണ്ട് തിരിച്ചും വിളിക്കില്ല. വൈകിട്ട് അവളുടെ കൂടെ ബസ്സിലും വരാൻ പറ്റുമായിരുന്നില്ല. കുളിക്കുന്നതിനിടയിൽ അവൻ ആലോചിച്ചു. എന്തായാലും നന്നായി. ഇത്രയും പറഞ്ഞ് അവൻ തലതോർത്തി പുറത്തേക്ക് ഇറങ്ങി. അവന്റെ ഫോൺ നിലവിളിച്ചു. ആമിയാണ്. ഹലോ, ഇപ്പോഴാണ് മാഷേ വീട്ടിൽ ചെല്ലുന്നത്? ഇപ്പൊ എത്തി. ഒരു കാപ്പിട്ട് കുടിച്ചു, അത്രേ ആവുള്ളൂ. അല്ല, നീ എന്തിനാ നേറ്റീവ് സർട്ടിഫിക്കറ്റ് വാങ്ങിയേ? ഒരു ലോണിന് അപേക്ഷിക്കാന് ചേട്ടാ. ഒരു പശുവിനെ കൂടി വാങ്ങാൻ. ആഹാ, പശുവൊക്കെ ഉണ്ടോ? അപ്പൊ നീ വലിയ ടീമല്ലേ? അച്ഛനും അമ്മയും നോക്കിക്കോളും. ഞാൻ വെറുതെ നിന്ന് സഹായിച്ചു കൊടുത്താ മതി. എനിക്ക് ചെറിയ ട്യൂഷൻ പരിപാടി ഉണ്ടേ. കാശ് കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്തിനാ ഇതെല്ലാം? എനിക്ക് എന്നെ കെട്ടിച്ചു വിടണ്ടേ, അതിനാ. നീ ആള് കൊള്ളാലോ കുറുമ്പി. പിന്നെന്താ ഏട്ടൻ പറ. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഞാന് ഇടക്കിടക്ക് നിന്നെ ഇങ്ങനെ വിളിച്ചോട്ടെ? അച്ഛൻ മരിച്ചതില് പിന്നെ വീട്ടിലൊറ്റക്ക. അവളുണ്ടായിരുന്നപ്പോ ഒരു കൂട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കൊട്ട് തന്നിട്ട് പോയി. അതിനെന്താ, ഏട്ടൻ വിളിച്ചോ? 7 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞാ ഞാൻ ഫ്രീയാ.
അല്ല വീട്ടില് പ്രശ്നം വല്ലതും? ഏയ് പേടിക്കണ്ട ഏട്ടാ, ഞാനെല്ലാം വീട്ടിൽ പറയുന്ന കൂട്ടത്തിലാ. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും നല്ല വിശ്വാസ. അത്രയ്ക്ക് വിശ്വാസല്ലേ? അതേലോ, അച്ഛന്റെ മോളാ. അന്നു മുതൽ ആ ഫോൺ വിളിയൊരു പതിവായി. അവന് ആകെയുള്ള ഒരു സൗഹൃദമായി അവൾ മാറി. ദിവസങ്ങൾ കടന്നുപോയി. ഇന്നാണ് രാഘവേട്ടൻ റിട്ടയർ ആവുന്നത്. അവളെയും അവൻ ഫെയർവെൽ ഫംഗ്ഷന് വിളിച്ചു. പതിവിലും സുന്ദരിയായിട്ടാണ് അവൾ വന്നത്. അവൻ അവളെ ഓഫീസിന്റെ അകത്തേക്ക് വിളിച്ചു. പരിപാടികൾ കഴിയുന്നവരെ അവൾ നല്ല ആക്റ്റീവായിരുന്നു, ഭക്ഷണം വിളമ്പാനും എല്ലാത്തിനും. എല്ലാം കഴിഞ്ഞപ്പോൾ രാഘവേട്ടൻ അവനെ വിളിച്ചു. അന്ന് വന്ന കുട്ടിയില്ലേ, എന്താ അവളുടെ പേര്? ആമി. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ മോനെ. നിനക്ക് അവളെ ഇഷ്ടമാണോ? ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല രാഘവേട്ട. അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ അവളില്ലാതെ വയ്യ എന്നൊരവസ്ഥയിലെത്തിയിരുന്നു. നിന്റെ അച്ഛന്റെ പ്രായം എനിക്ക് ഉണ്ടാവും മോനെ. നീ ഇതുവരെ കള്ളം പറയാൻ പഠിച്ചില്ലല്ലോ. അവനെ നോക്കി രാഘവേട്ടൻ ചിരിച്ചു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവളോട് അത് തുറന്നു പറയണം. അവസരങ്ങള് എന്നും ഉണ്ടാവണമെന്നില്ല. രാഘവേട്ടൻ പറഞ്ഞു നിർത്തി വേറൊരാളുടെ അടുത്തേക്ക് നടന്നു. അവൻ രാഘവേട്ടനെ നോക്കി നിന്നു. അവളോട് ചോദിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. സമയം 5 എല്ലാവരും പിരിഞ്ഞു പോയിക്കൊണ്ടിരുന്നു. രാഘവേട്ടനെ യാത്രയാക്കി അവൻ ബൈക്കിന്റെ അടുത്തേക്ക് നടന്നു. ജിതു ചേട്ടാ, ഞാൻ ബസ്സിന് പോയിക്കോളാട്ടോ. അയ്യടാ, നിന്നെ ഈ സമയത്ത് ഞാൻ ബസ്സിൽ വിടാം. നീ വന്ന് ബൈക്കിൽ കയറി പെണ്ണേ. നിനക്കെന്നെ വിശ്വാസല്ലേ? അതല്ല ജിത്തുവേട്ടാ. പിന്നെന്താ, നീ വന്ന് കയറടി. അവൾ അല്പം മടിച്ചു വന്ന് ബൈക്കിൽ കയറി. അവൻ മെല്ലെ മുന്നോട്ടെടുത്തു. പേടികൊണ്ടാവണം അവൾ വിറക്കുന്നുണ്ടായിരുന്നു. അവൻ വണ്ടി വളരെ പതുക്കെ കൊണ്ടുപോയി. മണിമലയാറിന്റെ അത്യാവശ്യം നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമായപ്പോൾ അവൻ വണ്ടി നിർത്തി. എന്താ ജിത്തുവേട്ടാ നിർത്തിയത്? എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എന്താ? ചെറിയൊരു സൗഹൃദത്തിലാണ് നമ്മളടുത്ത്. പക്ഷേ ഇപ്പൊ നീ എനിക്ക് എന്തെല്ലാമോ ആണ്. എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്റെ കുറുമ്പി എന്നും എന്റെ കൂടെ ഉണ്ടാവണം എന്നൊരാഗ്രഹം. നിനക്ക് ഇഷ്ടമാണ് എന്നെ? അതും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ ജിത്തു ഞെട്ടിപ്പോയി.